ഈ പെൺകുട്ടി വിവാഹ ദിവസം അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. അവളുടെ പിറകിൽ ബോഡി ഗാർഡ്സ് പിന്തുടരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു വാതിൽ തുറന്നു കിടക്കുന്നത് അവൾ കണ്ടു. ഒന്നും ആലോചിക്കാതെ അവൾ അകത്തേക്ക് ഓടിക്കയറി. അവിടെ ഒരാൾ ഫോണിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. അവൾ ഒരു റോസാപ്പൂ അമർത്തിപ്പിടിച്ച് അത് കത്തിയാണെന്ന് പറഞ്ഞു. എന്നിട്ട് ഫോൺ താഴേക്ക് വയ്ക്കാൻ അയാളുടെ ആവശ്യപ്പെട്ടു. അവളുടെ കയ്യിലുള്ളത് കത്തിയല്ലെന്ന് അയാൾക്ക് മനസ്സിലായെങ്കിലും അത് പുറത്ത് കാണിക്കാതെ അയാൾ കോൾ കട്ട് ചെയ്തു. അവളൊരു ലേസ് അയാൾക്ക് കൊടുത്തിട്ട് കണ്ണുകൾ കെട്ടാനായി പറഞ്ഞു. അയാൾ അതനുസരിച്ചു. അപ്പോഴേക്കും ബോഡി ഗാർഡ്സ് അവിടെ എത്തിയെങ്കിലും അകത്തേക്ക് കയറാൻ അവർ മടിച്ചു. പിന്നീട് അവർ അകത്തേക്ക് കയറി ആ കാഴ്ച കണ്ട് ഞെട്ടിപ്പോയി. അപ്പോൾ അവൻ അവരോട് പുറത്തു പോകാനായി പറഞ്ഞു. പിന്നീട് അവൾ ഒന്നും പറയാതെ അവിടെ നിന്ന് പോയി. ആ പെൺകുട്ടി ആരാണെന്ന് അയാൾ അസിസ്റ്റന്റിനോട് ചോദിച്ചു. അത് അയാളുടെ സഹോദരന്റെ വധുവാണെന്ന് അയാൾ പറഞ്ഞു. വീട്ടിൽ തിരിച്ചെത്തിയ അവൾ എന്തിനാണ് തന്റെ സമ്മതമില്ലാതെ കല്യാണത്തിന് സമ്മതിച്ചതെന്ന് അച്ഛനോട് ചോദിച്ചു. യഥാർത്ഥത്തിൽ ഉറങ്ങിക്കിടന്ന അവളെ അച്ഛൻ അങ്ങോട്ടേക്ക് അയക്കുമായിരുന്നു. എന്നാൽ അവൾ കല്യാണം കഴിക്കേണ്ട വ്യക്തിയാണ് അവളുടെ അമ്മയുടെ മരണത്തിന് കാരണം. അതിനാൽ ശത്രുവിനെ വിവാഹം കഴിക്കാൻ നിർബന്ധിക്കുന്ന അച്ഛനോട് അവൾക്ക് ക്ഷമിക്കാനായില്ല. കുടുംബത്തോടുള്ള കടമയെക്കുറിച്ച് അവൾക്ക് അറിയില്ലെന്ന് അവളുടെ രണ്ടാനമ്മ പറഞ്ഞു. അപ്പോൾ അച്ഛൻ അവളുടെ അനിയത്തെ വെച്ച് ഭീഷണിപ്പെടുത്തി. അതിനാൽ വേറെ വഴിയില്ലാതെ മാപ്പ് ചോദിക്കാൻ അവൾ സമ്മതിച്ചു. അവൾ ആ വീട്ടിലെത്തിയപ്പോൾ അവളെ കാത്തവൻ നിൽക്കുന്നുണ്ടായിരുന്നു. അവളെ കണ്ടതും അവൻ ചോദിച്ചു, നമുക്ക് വരനെ മാറ്റിയാലോ എന്ന്. അപ്പോൾ അവൻ ആരാണെന്ന് അവൾ ചോദിച്ചു. നിന്റെ വരൻ ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ആളാണ് ഞാനെന്ന് അവൻ പറഞ്ഞു.